എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അടിപൊളി ക്ലീൻ പീസ് വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് 2018 മാനുഫാക്ചറിങ്, 18 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റോ റീപെയിന്റോ ഇല്ലാത്ത 4x2 ഓട്ടോമാറ്റിക് വേരിയന്റിൽ വന്നിരിക്കുന്ന വാഹനമാണ്. ഇത് 1,04,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി പോയിരിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് ഇന്നലെ സർവീസ് കഴിഞ്ഞ് വന്ന ലാസ്റ്റ് സർവീസ് ഇത് ഇന്നലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ സീറോ ഡെപ്പ് ഇൻഷുറൻസ് വാലിഡ് ആണ്. ഇതുവരെ ഈ വാഹനത്തിൽ യാതൊരു വിധത്തിലുള്ള ക്ലെയിമുകളും സംഭവിച്ചിട്ടില്ല. ഇതിൻ്റെ സെക്കൻഡ് കീ അൺയൂസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ എല്ലാ വശങ്ങളും ഒന്ന് കാണാം. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ പറഞ്ഞു പോകാം. നമ്മൾ ഓൾറെഡി പെയിന്റ് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊന്നും ഈ ഒരു സൈഡിൽ നല്ല ഈ വണ്ടിയിൽ ഒരിടത്ത് പോലും റീപെയിന്റ് വന്നിട്ടില്ല. കമ്പനി ഒറിജിനൽ പെയിന്റ് ആണ് കിടക്കുന്നത്. ഈ ഫെൻഡറിലൊന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചുകളോ ഡെന്റുകളോ ഒന്നും തന്നെയില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഈ ഡോറിലും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെന്റോ ഒന്നുമില്ല. എല്ലാ ഗ്ലാസ്സുകളും കമ്പനി ഒറിജിനൽ ഗ്ലാസ്സുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ പേസ്റ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം ക്ലീൻ കണ്ടീഷനിലാണുള്ളത്. ഇവിടുത്തെ ഡോർ പാടുകളൊക്കെ നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. വണ്ടി നല്ലൊരു പുതിയ വണ്ടിയുടെ അതേ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ ക്ലിയർ ആയിട്ട് കാണാം. ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. ഈ ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഈ ഡോറിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളും ഇല്ല. മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സ്ക്രാച്ചസ് അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പോളിഷ് ചെയ്യുമ്പോഴത്തേന് നല്ല ക്ലീൻ ആയിട്ടിരിക്കും. നമുക്കിനി ഈ ഡോറ് തുറന്നൊന്ന് കാണാം. ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഡോർ പാടുകളൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഓൾറെഡി ഇത് ഇന്നലെ സർവീസ് കഴിഞ്ഞ് കൊണ്ടുവന്നതേ ഉള്ളൂ. ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഫ്യൂൽ ടാങ്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചോ ഒന്നും തന്നെയില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഡിക്കിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഗ്ലാസും കമ്പനി ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. ഡിക്കിയിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിന്റും വന്നിട്ടില്ല. ഡെന്റോ ഒന്നും തന്നെയില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെറിയ സ്ക്രാച്ച് വന്നിട്ട് അവർ പേന വെച്ച് ടച്ച് ചെയ്യുന്ന പോലെ ചെറുതായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്, അതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് തുറന്നൊന്ന് കാണാം. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇതിൻ്റെ പേസ്റ്റിംഗ് എല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഉള്ളത്. ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാം. ഈ താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടെയും എല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഈ ഒരു വശവും നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഡോറിൻ്റെ പേസ്റ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഒരു ചെറിയ ഡെൻറ്റ് വന്നിട്ട് അവർ റിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീപെയിൻ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഡ്രൈ ഡെൻറ്റ് ചെയ്തിട്ടുണ്ട്. പേസ്റ്റിംഗ് ഒന്നും പൊട്ടിച്ചിട്ടില്ല. നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം. അപ്പോൾ ഇനി നമ്മൾ ഈ ടൈൽ ലൈറ്റിലേക്ക് വരുവാണെങ്കിൽ ടൈൽ ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. ഇനി നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെയും ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അത് അവർ ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും തന്നെയില്ല. ഈ ഗ്ലാസ്സുകളും എല്ലാം കമ്പനി ഒറിജിനൽ ഗ്ലാസ്സുകളാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോറൊന്ന് തുറന്ന് കാണാം. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഡോർ പാടുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇവിടോട്ട് വരുമ്പോഴത്തേന് ഇവിടുത്തെയും പഞ്ചിങ്ങുകൾ കൃത്യമാണ്. സീറ്റുകളൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഈ ഒരു ഡോറിൻ്റെ പുറവശത്തേക്ക് വരുമ്പോഴും ഇവിടെയൊക്കെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള 1-2 സ്ക്രാച്ചുകൾ ഈ ഡോറിലൊന്നുമില്ല. ഈ ഡോറിൽ 1-2 ചെറിയ സ്ക്രാച്ചുകളുണ്ട്. ഈ ഒരു ഡോറിന് ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഡോർ പാടുകളൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. സ്വിച്ചുകളെല്ലാം നല്ല വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേൽവശത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം. ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാവുന്നതാണ്. ഇവിടെയും നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളും ഇല്ല. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള 1-2 സ്ക്രാച്ചസ് ഉണ്ട്. ഇനി നമ്മൾ ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ബോണറ്റിലെങ്ങും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റ് സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒരു ചെറിയ ഡെൻ്റുണ്ട്.
വേറെ യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും ഇതിൽ സംഭവിച്ചിട്ടില്ല. ഹെഡ്ലൈറ്റുകളാണെങ്കിലും യാതൊരു വിധത്തിലുള്ള ക്രാക്കോ ഡാമേജോ ഒന്നും തന്നെയില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് തുറന്ന് ഇത് എൻജിൻ റൂം ഒന്ന് കാണാം, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇതിൻ്റെ വയറിങ് എല്ലാം ഇരിക്കുന്നത്. പുതിയ ബാറ്ററിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു എൻജിൻ റൂമാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. നമ്മളിപ്പോൾ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഓടിച്ചാണ് വണ്ടിയായിട്ട് ഇങ്ങോട്ട് വന്നത്. നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. വണ്ടി ഓടിക്കുന്നതിലെങ്കിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റ് എല്ലാം സ്മൂത്താണ്. വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ സസ്പെൻഷൻ്റെ ഭാഗത്തോ ഷോക്ക് അബ്സോർബറിൻ്റെ ഭാഗത്തോ ഒന്നും യാതൊരു വിധത്തിലുള്ള നോയ്സുകളോ അല്ലെങ്കിൽ നമുക്കൊരു യാത്രാ സുഖക്കുറവോ ഒന്നുമില്ല. വണ്ടി നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയറും ടയറും ഒക്കെ ഒന്ന് കാണാം. നമ്മൾ ഈ വാഹനത്തിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇൻറ്റീരിയറൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. സെൻട്രൽ കൺസോളും ഒക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. 1,04,231 കിലോമീറ്ററാണ് നിലവിൽ ഈ വാഹനം ഓടിയിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ. സീറ്റ് കവറിലേക്കൊക്കെ വരുമ്പോഴത്തേന് കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകളാണ് ഇതിലുള്ളത്. ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ പുറകു നിര സീറ്റുകളിലേക്ക് പോകാം. പുറകു നിര സീറ്റുകളിലേക്ക് വരുമ്പോഴത്തേന് ഈ സീറ്റുകളിലും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. വണ്ടിയുടെ അകവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്ക് വരുമ്പോഴത്തേന് ടോപ്പിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ ചെളിയോ അഴുക്കോ പൊടിയോ ഒന്നുമില്ല. വണ്ടി നല്ല പെർഫെക്റ്റ് കണ്ടീഷനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ബ്രിഡ് സ്റ്റോണിൻ്റെ ഒരു ഏകദേശം 75-80% ഉള്ള 4 ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് പോകാം. സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഏകദേശം ഒരു 60% ഉള്ള സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 2018 മാനുഫാക്ചറിങ്, 18 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 1,04,231 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും റീപെയിൻറ്റും ഇല്ലാതെ വന്നിരിക്കുന്ന ഒരു 4x2 ഓട്ടോമാറ്റിക് വേരിയൻറ്റിലുള്ള ഫോർച്യൂണറാണിത്. അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 23,75,000 രൂപയാണ്. അത് ഓൺ ടേബിളിൽ നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റാണ്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി ക്വാളിറ്റി വാഹനങ്ങൾ സ്വന്തമാക്കാൻ ഡൽഹിയിൽ നിന്നും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നും ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിനെ ബന്ധപ്പെടുക. അപ്പം ഇതിലും അടിപൊളി ഒരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.